ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി ബ്ലോഗാണ്. ഇപ്പോൾ മഴയൊക്കെ അല്ല, അപ്പോൾ നമുക്ക് തോട്ടിൽ പോകാം. അപ്പോൾ വരൂ. ഗൈസ്, ഞാൻ ഇതിനെയും കൂടി കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇവൾക്കൊരു ചാനലുണ്ട്, ആദിവിക ഐസ് ജേർണി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ഇവളുടെ ചാനലിക്ക്. ഗൈസ്, നമ്മൾ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ഗൈസ്, നടന്നുകൊണ്ട് പോകുന്ന വഴിക്ക് അവളടുത്ത് ടാറ്റ ആക്കാൻ പറയുന്നുണ്ട്. അവൾ മടിയായിട്ടാണ്. ഗൈസ്, ഇത് വെറും ആക്ടിങ് ആണ്. ഗൈസ് നോക്ക്, ആക്ടിങ്ങിൻ്റെ ഉസ്താദാണ്. ഗൈസ് നോക്ക്, നമ്മൾ താഴോട്ട് പോകുമ്പോൾ അവൾക്ക് ഇങ്ങനെ എൻ്റെ ഇവിടെ കിടക്കാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഇതാണ് എനിക്ക് എടുത്തെടുത്ത് മടുത്ത്. ഗൈസ്, നമുക്ക് അവിടെ ഇരുത്താം. ഗൈസ്, അവിടെ നല്ലൊരു പച്ചപ്പൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം. അവളവിടെ നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, തോടപ്പുറത്താണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതാണ്. ഇവള് കളിക്കുന്നു. ഗൈസ്, ഇവക്ക് എന്തിനെന്നറിയോ സോക്സ് ഇട്ടത്? ഇവ നിറച്ച് കൊതുകാണ്, അതിനുകൊണ്ടാണ് സോക്സ് ഇട്ടത്. നിങ്ങൾ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് സോക്സ് ഇടാണ് ഗൈസ്. അപ്പോൾ അവള് പുല്ല് പറിക്കുകയാണ്. ഗൈസ്, എനിക്ക് പുല്ല് തിന്നാൻ തരുവാണ്. നമ്മൾ ഈ പുല്ലെടുത്ത് അപ്പുറത്തെ വീട്ടിലെ പശുവിന് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗൈസ്, അതാണ് നമ്മുടെ വയൽ. അപ്പോൾ വയലിലേക്ക് പോകാൻ അങ്ങോട്ട് പോകണം, അതുകൊണ്ട് നമ്മൾ വയലിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇനി നേരെ തോട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. അതിലെയാണ് തോടിൽ പോകുന്നതായി. നമ്മളിങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഗൈസ്, നടന്നിട്ട് എനിക്ക് സത്യം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു, എന്നാലും എനിക്ക് നടന്നിട്ട് എന്തോ. ഗൈസ്, ഇതാണ് ഗൈസ് നമ്മളെ അവിടുത്തെ തോട് എന്ന് വെച്ചാൽ അവിടെ നിറയെ കാടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുത്തെ തോട്ടിൽ ഇറങ്ങിയിട്ടില്ല. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പുറത്തെ തോട്ടിൽ പോയരുത്, അപ്പുറത്തെ തോട്ടിൽ പോകാൻ. ഗൈസ് നോക്കൂ, ഗൈസ് അവിടെ എന്തോ ഒരു വഴുക്ക് പോലെ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കീയുമ്പോൾ അതെന്തെന്നറിയില്ല, ഞാൻ സ്വീന്ന് വീണു. ഗൈസ്, ഭാഗ്യത്തിന് കുഞ്ഞിനെ ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുകളിലത്തെ ഗ്രൗണ്ടിലൂടെ നല്ല വെയിലുണ്ടായിരുന്നു. ഞാനിതിങ്ങനെ മറച്ചിട്ടിട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, എനിക്ക് നാണിക്കേടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ. എനിക്ക് നടക്കാൻ കൂടി മടിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ആട്. നമ്മൾ വരുന്ന വഴിയിൽ ആട് കണ്ടതാണ്. ആട് നമ്മളെ ഓടിപ്പിച്ചതാണ്, എന്നാലും നമ്മൾ ഒരു സൈഡിലിട്ട് നിന്നു. അപ്പോൾ അത് മര്യാദയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇത് നമ്മൾ അടുത്ത തോട്ടിലേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തോട്ടിലേക്ക് പോകാം. ഗൈസ്, ഇതിൽ 3 വഴിയുണ്ട്. ഒന്നൊരു കുഴി പോലെതും, പിന്നെ രണ്ടാമത്തത് ഇതാണ്, ഭയങ്കര കാട് നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ വഴിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഗൈസ്, എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് വയ്യ. ഗൈസ്, ഇതിൽ ചെളി ആയതുകൊണ്ട് അതിൽ പോയിട്ട് നമ്മൾ ഇതിലാണ് പോകുന്നത്. ചെളി ആയിട്ട് ഇതായിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. ആ തോട്ടിൽ കാല് വെച്ചപ്പോൾ ഞാൻ എനിക്ക് എന്തെന്നറിയില്ല. ഇതാണ് ഗൈസ് നമ്മുടെ തോടെന്ന് വെച്ചാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തോട്ടിലെല്ലാം കളിക്കാൻ. അപ്പോൾ നമ്മൾ തോട്ടിലെത്തി. ഗൈസ് കണ്ടോ, നല്ല പച്ചപ്പില്ലേ? കണ്ടോ, നല്ല പച്ചപ്പുണ്ട്. ഇതിൽ ഞാൻ അറിയാണ്ട് വീണ് പോയി, അതൊക്കെ കുഴപ്പമില്ല എനിക്ക്. ഗൈസ്, ഞാൻ അറിയാണ്ട് ഇതിൽ വീണ് പോയി. ഗൈസ്, എന്നാലും പ്രശ്നമില്ല. ഗൈസ്, ഇത് നമ്മളെ ഗ്രൗണ്ടാണ്. അവിടെ ഒരു പട്ടിക്കുട്ടി വരുന്നുണ്ടായിരുന്നു. നമ്മൾ തന്നെ നോട്ടിട്ടിട്ട് ഞാൻ വിചാരിച്ചൊരു വടി എടുക്കാമെന്ന്. വടി ഇവിടുന്ന് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടുന്ന് ഒരു വടി ഉണ്ടായിരുന്നു, അത് എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ആ വടി എടുക്കാൻ പോകുമ്പോൾ അത് എടുക്കാൻ എന്നോട് പറ്റുന്നുണ്ടായിരുന്നില്ല.
അതിനുകൊണ്ട് ഞാനും ഉണ്ടാതിരുന്നു ഗൈസ്. പിന്നെ ഞാൻ അങ്ങോട്ട് ഒരു മരം കണ്ടില്ലേ, അവിടെ താഴെ ഒരു മയിലാണ് ഗൈസ്. ഇത് രസമാണ് കാണാൻ. ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല, ബട്ട് നേരിട്ട് കാണാൻ എന്ത് രസമായിരുന്നു നമ്മുടെ ആകാശവാണി ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും മണ്ണൊക്കെ ആയതല്ലേ, ഞാനത് കഴുകാമെന്ന് വിചാരിച്ചു. അത് കയ്യിൽ തൊടുമ്പോൾ എന്തെല്ലോ അതുണ്ടായിരുന്നു എനിക്ക്. എന്നാലും പ്രശ്നമില്ല വെച്ച് കഴുകി ഞാൻ. എന്നാലും അതിനുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ ചെരുപ്പ്. ഞാൻ ഒഴുക്കി വിടുന്നു. നമുക്ക് ഒഴുക്കി വിട്ടോക്കാം ഗൈസ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഒഴുക്കി വിട്ടേ പാടില്ല. അപ്പോൾ ഗൈസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ. ഗൈസ് ഒന്ന് പറയാൻ വിട്ടോ, ഇന്ന് ചിഞ്ചുവിൻ്റെ പകരം ആദുവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിഞ്ചുവിനെ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം. അപ്പോൾ ചിഞ്ചുവിന് പനിയായ കൊണ്ടാണ് കൊണ്ടുവരാത്തത്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.